ഇന്നത്തെ വീഡിയോ സോഫ്റ്റും രുചികരവുമായ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് പാന് നല്ലോണം ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂണ് മതി. 2 ടീസ്പൂണ് പാരുക. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇനി അതിൽ കുറച്ച് കടുക് എടുത്തിട്ട് ഒരു സ്പൂണ് കടുക് ഇടാം. കടുക് നമുക്ക് പൊട്ടുമ്പോൾ പരക്കെ തെറിക്കില്ല, അതുകൊണ്ട് നമുക്കത് മൂടി വെച്ചിട്ട് പൊട്ടിക്കാം. മൂടിയെടുത്ത് വെച്ച് കടുക് എല്ലാം പൊട്ടട്ടെ. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം കടുകെല്ലാം നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നമുക്ക് പൊട്ടിയതിന് ശേഷം മൂടി ഇങ്ങോട്ടെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് തന്നെ അത് ഗരം മസാല പൊടിച്ച ജാറിലായതുകൊണ്ടാണ് ലേശം നിറം കുറവ്, കറുത്ത പോലെ ഇരിക്കണേ. പച്ചമുളകെല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റുക. 2 ഉണക്കമുളക് നമുക്ക് മുറിച്ചിടാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ആദ്യം ബ്രൗൺ കളറൊന്നും ആവണ്ട, ഏകദേശം സവാള നമുക്ക് ഒന്ന് വേവുന്നവരെ ചെറിയൊരു നിറം മാറി വന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, പെട്ടെന്ന് ലേശം ഒന്ന് വാടിക്കിട്ടാൻ നമുക്ക് ലേശം ഉപ്പും ചേർക്കാം. അതിൻ്റെ ആവശ്യമില്ല, അധികം അങ്ങനെ വഴണ്ടി വരണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നല്ല ഇതിലായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളമാണ് ഇനി ഒഴിക്കേണ്ടത്. കുറച്ച് വെള്ളം, അളവ് ഇതൊന്നും ഞാനിപ്പം പറയുന്നു. ഏകദേശം ഞാനിപ്പോൾ ഇതാക്കുമ്പോൾ ഏകദേശം എല്ലാം കറക്റ്റായിരിക്കും. ഇപ്പോൾ അളവ് ആദ്യം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതെന്തായാലും ഒരു 2-2.5 ഗ്ലാസ് ഉണ്ടാവും വെള്ളം. 2-2.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒഴിച്ച് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആവശ്യത്തിനാണ്. അത് പിന്നെ ചിലർക്ക് നല്ല ഉപ്പ് വേണ്ടി വരും, ചിലർക്ക് കുറച്ച്. ഇതിപ്പോൾ ഏകദേശം ഒരു പാകമായിരിക്കും. നമ്മളിത് കുറേ കാലമായില്ല എടുക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. ഉപ്പിട്ട് മൂടി വെച്ചിട്ട് അത് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. 1 മിനിറ്റ്. അങ്ങ് വാഷിംഗ് മെഷീനെല്ലാം സൗണ്ട് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതെല്ലാം ഒന്ന് ചെന്ന് നോക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ചെന്ന് നോക്കി, സെമി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മൾ അത് ഡ്രെയിനെല്ലാം ആക്കി കൊടുക്കണമല്ലോ. അങ്ങനെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി. വെള്ളം തിളക്കുമ്പോഴൊക്കെ കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തും. നമുക്കറിയാമല്ലോ ഏകദേശം. അതാ തിളച്ചോന്ന് വന്ന് നോക്കുന്നു, തിളച്ചില്ല, ഏകദേശം തിളക്കാനായിപ്പോയി. അതാ നന്നായിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് എൻ്റെ അടുക്ക നല്ല റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവ ഇത് തിളച്ചതിന് ശേഷം റോസ്റ്റഡ് റവ പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണേ, ഇല്ലേ കട്ട കിട്ടും. ആ വെള്ളത്തിന് പാകത്തിന് നമുക്കറിയാലോ, അതിന് കണക്കായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം, ഇല്ലേ കട്ടയായിപ്പോൾ. അപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയാൽ മതി കേട്ടോ.
സിമ്മിലാക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലാക്കണം. തീ സിമ്മിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം അത് ലേശം ഒന്ന് സെറ്റാകുമ്പോഴേക്ക് നമുക്ക് അതിന് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമുക്ക് അടച്ച് വെച്ചിട്ടും കൂടി ഒന്ന്, സിമ്മിൽ തന്നെയാണ് തീ, അടച്ച് വെച്ചിട്ടും കൂടി ഒന്ന് വേവിപ്പിക്കണം. ഏകദേശം ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ ഏകദേശം സെറ്റായി. അപ്പോൾ ഒരു 10 സെക്കൻഡോളം നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിപ്പിക്കണം. 10 സെക്കൻഡ് ഫ്ലെയിം സിമ്മിൽ തന്നെ കൂട്ടറിട്ടാൽ കരിഞ്ഞു പോകും. സിമ്മിൽ 10 സെക്കൻഡിന് ശേഷം 10 സെക്കൻഡ് സെക്കൻഡിന് ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കാം. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കണ്ട. പിന്നെ ആണ് ഒരു ടിപ്പ്. ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരു ടിപ്പുണ്ട്. നല്ല സെറ്റായ കണ്ട, നല്ല സ്മെല്ലും നല്ല സിമ്മിൽ തന്നെയുള്ള 1 സ്പൂണ് പഞ്ചസാര, നല്ല രുചിയായിരിക്കും. 1 സ്പൂണ് പഞ്ചസാര. എന്നിട്ട് ആ പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലോണം സെറ്റാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി സെറ്റാക്കുക കണ്ട. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രുചിയുള്ള ഉപ്മാവേനും നല്ല സോഫ്റ്റായിട്ട് നല്ല സെറ്റായി. നല്ല രുചിയുള്ള ഉപ്മാവ്, നല്ല സെറ്റായിരിക്കും. സിമ്മിൽ ഓഫാക്കി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം.